ഹായ് എവരിവൺ, നമ്മുടെ ചാനൽ വഴി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എവിടെ പോയാ? പോണ്ടിച്ചേരി പോയാലോ? പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, രണ്ടും ഒരു സ്ഥലമല്ലേ? ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരിക്കലും ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല. ലൈഫ് മൊത്തം ഒരു സ്ട്രെസ്സായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു ട്രിപ്പാണത്. എന്നെ വിളിച്ചത് തലോസ അളി അങ്ങനെ സംഭവം ഉണ്ട്, പോരെണ്ണം വെച്ചു. ഞാൻ കേട്ട മതി കേൾക്കാത്ത മതി പെട്ടിയും കടക്കി എടുത്ത് എൻ്റെ കൂടെ പോകുന്നു. ആക്ച്വലി പോണ്ടിച്ചേരി എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പോണ്ടിച്ചേരി പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. 1954 വരെ ഇന്ത്യയിലെ ഫ്രഞ്ച് അധീനതയിൽപ്പെട്ട ഒരു വാസസ്ഥലമായിരുന്നു പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. ഇപ്പോഴത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചുറ്റപ്പെട്ട ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരി. പിന്നെ പോണ്ടിച്ചേരിയെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് എസ്തെറ്റിക് ബ്യൂട്ടിയുള്ള വില്ലാസ്, കോളനീസ്, അതുപോലെ തന്നെ ചർച്ചസ്, വെറൈറ്റി ബീച്ചസ്, കഫേസ്, അങ്ങനെ എല്ലാം ഉൾക്കൊണ്ട ഒരു എക്സ്പ്ലോറിംഗ് പ്ലേസ് ആണ് പോണ്ടിച്ചേരി. സോ വെൽക്കം ടു ARS Sexy's ഫസ്റ്റ് വ്ലോഗ്. നോർമലി നമുക്ക് കേരള ടു പോണ്ടിച്ചേരി എത്തിച്ചേരാൻ ഒരു 9-10 മണിക്കൂർ മതി. പക്ഷെ നമ്മൾ പോയത് കേരള ടു സേലം വരെ ട്രെയിന്, അതിനുശേഷം കണക്റ്റീവ് ബസ്സാണ്. അപ്പോൾ ആക്ച്വലി എത്ര സമയം എടുത്തുണ്ടാവും? നമുക്കൊരു 12-15 മണിക്കൂറിനിടയിൽ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് പോണ്ടിച്ചേരി റീച്ച് ആയത്. നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിന്നൊരു 600-700 മീറ്റർ നടന്നപ്പോഴേക്കും നല്ലൊരു ലോഡ്ജ് കിട്ടി. നല്ലൊരു ലോഡ്ജ് ആണുള്ള കാരണം താഴെ ബീവറേജ് ഉണ്ടായിരുന്നുള്ള ഒറ്റൊരു കാരണത്തിനാണ് നമ്മൾ ആ ലോഡ്ജ് എടുത്തത്. പക്ഷേ അഗോഡയിൽ പ്രീ ബുക്ക് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കത് ലാസ്റ്റ് ടൈമിൽ ക്യാൻസലായി പോയതാണ്. പക്ഷേ ഇനി പ്രീ പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അഗോഡ. നമ്മൾ സെലക്ട് ചെയ്ത ലോഡ്ജിന് ഒരു 500 താഴെ വന്നിട്ടുള്ളൂ 2 ഡേയ്സിന്. നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് നല്ല കമ്പനി ആയതുകൊണ്ട് പിറ്റോസിക്കുള്ള വെഹിക്കിൾ കാര്യങ്ങളൊക്കെ ആളുടെ കെയർ ഓഫിലാണ് നമുക്ക് സെറ്റാക്കി തന്നെ. ശേഷം നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷായി, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് നേരെ ആൾ പറഞ്ഞ ഷോപ്പിലോട്ട് ചെന്നു. അവിടെ നമുക്ക് 2 ഡേയ്സിന് 3 വെഹിക്കിളിന് അറൗണ്ട് 1800 രൂപ അത്ര തന്നെ ആയുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. അവിടെ നമ്മൾ ID പ്രൂഫ്, ഫോൺ നമ്പർ, അഡ്വാൻസ് അതൊക്കെ കൊടുക്കണം. മെയിൻലി അവിടെ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിക്ക് വല്ല ഡാമേജ് കാര്യങ്ങളുണ്ടോ എന്നൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്തത്, അതായത് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഔറോവില്ല പോണ്ടിച്ചേരിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻ്റ് ഉള്ള പ്ലേസാണ്. ആക്ച്വലി ഒരു 19 കിലോമീറ്ററോളം ഡിസ്റ്റൻ്റ് ഉണ്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് ഔറോവില്ല മാത്രമന്ദിർ. ഔറോവില്ലയിൽ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു എക്സ്പ്ലനേഷൻ ഹോൾ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഔറോവില്ല എന്താണെന്നും അതുപോലെ മാത്രമന്ദിർ എന്താണെന്നും അതിൻ്റെ കോൺസെപ്റ്റ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മിനിയേച്ചർ, പിന്നെ ബുക്സ്, റെഫറൻസ് എല്ലാം കാണാം. അതുവഴി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഓറോവില്ലയുടെ വാസ്തുവിസ്മയമാണ് മാത്രമന്ദിർ. യോഗ, ആത്മീയത, മാനവികത എന്നിവയ്ക്കുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു മാസം മുന്നേ പ്രീ ബുക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ പുറത്തു നിന്ന് നിശ്ചിത അകലത്തിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഔട്ട്സൈഡ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യക്കകത്തു നിന്നും ഇന്ത്യയിലെ പുറത്തുള്ള ഒരുപാട് ഫോറിനേഴ്സ് ഈ മാത്രമന്ദിർ സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിലെ മെഡിറ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻട്രൻസിൽ നിന്ന് മാത്രമന്ദിറിലേക്ക് എത്താൻ നമുക്കൊരു 1.5 കിലോമീറ്റർ യാത്രയുണ്ട്. അത് നമുക്ക് നടന്നുകൊണ്ട് യാത്ര ചെയ്യാം. അവിടെ തന്നെ അവർ ഫെസിലിറ്റീസ് തന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ, നമുക്ക് അങ്ങനെയും സഞ്ചരിച്ച് പോകാം. ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നടന്ന് ആ വൈബൊക്കെ എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ നടക്കുക തന്നെ വേണം. നല്ലൊരു ഫോട്ടോഗ്രാഫി ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ രീതിയിലാണ് അവിടെ അവർ ആ ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ വൈൽഡ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്പോട്ട് റോക്ക് ബീച്ചായിരുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏറ്റവും അടുത്ത് ഡിസ്റ്റൻറ്റ് കുറവുള്ള ബീച്ചായിരുന്നു റോക്ക് ബീച്ച്. നമ്മൾ മാക്സിമം
സൺഡൗൺ ആൻഡ് സൺറൈസ് ഈ സമയങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽസ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നൈസ് ഫീൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതെ അതെ, ലുക്ക് ലൈക്ക് മറീന ബീച്ച് പോലെ ഉണ്ട് അവിടുത്തെ ഫുട്പാത്തും പിന്നെ കഫേസും പിന്നെ റെസ്റ്റിംഗ് ഫെസിലിറ്റീസും ഒക്കെ. അത് കാണുമ്പോൾ കറക്റ്റ് അതേ ഫീൽ നമുക്ക് കിട്ടും. പിന്നെ പോരാത്തതിന് ഫ്രഞ്ച് കോളനി അവിടെ അടുത്ത് തന്നെ വരുന്നത്. ഡേ 2 ഞങ്ങൾ പോയത് പോണ്ടിച്ചേരിയുടെ ഫ്രഞ്ച് പൈതൃകമായ വൈറ്റ് ടൗൺ അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനിയിലേക്കാണ്. മെയിൻലി ഫ്രഞ്ച് ആർക്കിടെക്ചർ, അതുപോലെ തന്നെ അവയുടെ പെയിൻറ്റിങ്സ്, ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ ചുവരുകൾ, ഇതെല്ലാം ടൂറിസ്റ്റുകളെ നല്ലപോലെ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലേസാണ് വൈറ്റ് ടൗൺ. മെയിനായിട്ട് അവിടെ പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ആളുകൾ ഓരോ ചുവരിൽ പിക്ചർ എടുത്തുകൊണ്ടിരിക്കുകയാവും. നമ്മ തന്നെ ഒരു 4-5 പേർക്ക് തന്നെ ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. അതെ അതെ, നിങ്ങൾ ഒരു പോണ്ടിച്ചേരി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച്ഡ് പ്ലേസ് ആണ് ഈ ഫ്രഞ്ച് കോളനി. ഒരിക്കലും അത് ആ ഒരു പ്ലേസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നെക്സ്റ്റ് ദ പോണ്ടിച്ചേരി മംഗള വിനായക ടെമ്പിൾ. ഞങ്ങൾ ബാക്കി ഈ 2 സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ഈ വിനായക ടെമ്പിൾ വന്നത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പരമാവധി രാവിലെ തന്നെ ഈ ടെമ്പിളിൽ പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു ടൈം പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ ക്ലോസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അകത്ത് സന്ദർശിച്ച് ഉള്ള കാര്യങ്ങൾ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പരമാവധി നിങ്ങൾ രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിനുള്ള പെയിൻറ്റിങ്സ്, ശില്പങ്ങൾ, അവയുടെ വർക്ക്, പിന്നെ മ്യൂറൽ ആർട്ട്, ഇതൊക്കെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സംഭവമാണ്. പക്ഷെ ഞങ്ങൾക്കത് മിസ്സായി. ബാക്കി 2 പ്ലേസ് സന്ദർശിച്ചു അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ടൈം പരിധി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇത് മെയിനായിട്ട് അമ്പലം വിസിറ്റ് ചെയ്ത് കാണാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ ഔട്ട്ലുക്ക് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ പോരാതെ നിങ്ങൾക്ക് അതിന് ഷോപ്പ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ അതിനടുത്തുള്ള കുറേ ഷോപ്സുകളുണ്ടാവും. അവിടെ ഭയങ്കര വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാവുന്നതാണ്. ക്ലോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിലക്കുറവിലാണ്. അതുപോലെ ട്രീ ക്യാപ്ചർ, പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് പാരഡൈസ് ബീച്ച്, പിന്നെ ഏഡൻ ബീച്ചും. നമ്മൾ പാരഡൈസ് ബീച്ചിൽ കുറച്ച് നേരം നിന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഏഡൻ ബീച്ചിലേക്ക് പോവുക. ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം ഏഡൻ ബീച്ചിലേക്ക് പോയി. നമുക്ക് മാക്സിമം 6 മണി വരെ തന്നെ 2 ബീച്ചിലും ടൈം ലിമിറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗാർഡ് പുറത്തേക്ക് ആക്കും. നമുക്ക് പാരഡൈസ് ബീച്ചിൽ ഞങ്ങൾ അധികം സ്പെൻഡ് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ അത് മെയിൻലി ഫാമിലീസ് വരുന്നവർക്കാണ് അത് കൂടുതലും സ്യൂട്ടബിളായി തോന്നി. നമ്മളപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ പെട്ടെന്ന് ഏഡൻ ബീച്ചിലേക്ക് തിരിച്ചു. നെക്സ്റ്റ് ഏഡൻ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരിയിൽ തന്നെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ആയിട്ട് ബീച്ചാണ്. നമ്മുടെ വൈറ്റ് ടൗണിൽ നിന്നൊന്നും ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയൊരു ബീച്ചാണത്. ഏഡൻ ബീച്ച് ആൻഡ് പാരഡൈസ് ബീച്ച് ആണെങ്കിലും 6 PM വരെയാണ് ഇതിൻ്റെ ടൈം ലിമിറ്റ്. സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ മുന്നേ എത്തി നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടതെല്ലാം ക്യാപ്ചർ ചെയ്താൽ നൈസായിരിക്കും. അവിടുത്തെ സൺഡൗൺ വിഷ്വൽസ് എല്ലാം അടിപൊളിയാണ്. ഏഡൻ ബീച്ചിന് പോയതിന് ശേഷം നമ്മൾ നേരെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടത്തി. പിന്നെ നേരെ റൂമിലോട്ട് പോയി റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ചെന്നൈക്ക് വിട്ടു. പിന്നെ അവിടെ നേരെ കേരളയ്ക്കുള്ള ട്രെയിൻ പിടിച്ചു. അങ്ങനെയാണ് നമ്മുടെ പരിപാടി എൻ്റെ ചെയ്തത്. ഞങ്ങളുടെ ട്രിപ്പിൽ വിട്ടുപോയ 1-2 സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് വരുന്നത് ശ്രീ ഔറോബിന്ദോ ആശ്രമം, പിന്നെ അടുത്ത് വരുന്നത് പോണ്ടിച്ചേരി മ്യൂസിയം. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിച്ചില്ല. പിന്നെ മെയിനായിട്ട് വരുന്നത് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, മാംഗ്രോവ് ഫോറസ്റ്റ്, അതിൽ ബോട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ഇനി ആരെങ്കിലും ഒരു പ്ലാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും വിട്ടുപോകാതെ നിങ്ങളുടെ ഒരു പ്ലാനിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ പോകട്ടെ.